ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനുമുമ്പ് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തെ പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാൾ അടുത്തിടെ അന്തരിച്ചു. പേര് ഫ്രാങ്ക് ഡെക്വർത്ത്. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാൾ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രാങ്ക് ഡെക്വർത്ത്. നെക്സ്റ്റ്, 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ ആരാണ്? ഓസ്ട്രേലിയൻ താരമായ പാറ്റ് കമിൻസ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയൻ താരമായ പാറ്റ് കമിൻസ്. നെക്സ്റ്റ്, 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി കരസ്ഥമാക്കിയ എസ്റ്റോണിയൻ താരം ആരാണ്? സാഹിൽ ചൗഹാൻ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി കരസ്ഥമാക്കിയ എസ്റ്റോണിയൻ താരമാണ് സാഹിൽ ചൗഹാൻ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്ററാണ് ഡേവിഡ് വാർണർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലാൻഡിൻ്റെ പേസ് ബൗളർ ട്രെൻഡ് ബോൾട്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലാൻഡിൻ്റെ പേസ് ബൗളറാണ് ട്രെൻഡ് ബോൾട്ട്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ധനമന്ത്രിയായ വ്യക്തി ആരാണ്? റേച്ചൽ റീവ്സ്. ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ധനമന്ത്രിയായ വ്യക്തിയാണ് റേച്ചൽ റീവ്സ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 OV വിജയൻ പുരസ്കാര ജേതാക്കൾ 3 പേരാണ്. KP രാമനുണ്ണി, B ഷിനിലാൽ, ജിൻഷാ ഗംഗ. ഓർത്തുവയ്ക്കുക. 2024 OV വിജയൻ പുരസ്കാര ജേതാക്കൾ 3 പേരാണ്. KP രാമനുണ്ണി, B ഷിനിലാൽ, ജിൻഷാ ഗംഗ. KP രാമനുണ്ണി, B ഷിനിലാൽ, ജിൻഷാ ഗംഗ. നെക്സ്റ്റ്, ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സിറിൽ റാമാഫോസ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സിറിൽ റാമാഫോസ. നെക്സ്റ്റ്, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് ദിവ്യ ദേശ്മുഖ്. നെക്സ്റ്റ്, ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. 85.7 മീറ്റർ ദൂരത്തേക്ക് എറിഞ്ഞതിനാണ് നീരജ് ചോപ്രയ്ക്ക് സ്വർണം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. നെക്സ്റ്റ്, ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ആരംഭിച്ചത് എവിടെയാണ്? ഇറ്റലിയിലെ പഗ്ലിയ. ഓർത്തുവയ്ക്കുക. ഇറ്റലിയിലെ പഗ്ലിയ. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ആരംഭിച്ചത് ഇറ്റലിയിലെ പഗ്ലിയ എന്ന സ്ഥലത്താണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 പെൻ പിൻഡർ പുരസ്കാര ജേതാവ് അരുന്ധതി റോയ്. 2024 പെൻ പിൻഡർ പുരസ്കാര ജേതാവാണ് അരുന്ധതി റോയ്. നെക്സ്റ്റ്, അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് ഏത് രാജ്യമാണ്? അർമേനിയ. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യമാണ് അർമേനിയ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, നീറ്റ്, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കുവാനുള്ള ഉന്നതതല സമിതിയുടെ തലവനായി നിയമിക്കപ്പെട്ടത് ആരാണ്? കെ രാധാകൃഷ്ണൻ. നീറ്റ്, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കുവാനുള്ള ഉന്നതതല സമിതിയുടെ തലവനായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ. നെക്സ്റ്റ്, 18ാം ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി നിയമിതനായത്
ഭർതൃഹരി മേത്താബ്. 18ാം ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി നിയമിതനായത് ഭർതൃഹരി മേത്താബ്. നെക്സ്റ്റ്, ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓം ബിർള. ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. നെക്സ്റ്റ്, 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പോൾ ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള, 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു. പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. നെക്സ്റ്റ്, അരുണാചൽ പ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു. അരുണാചൽ പ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് പ്രേമ ഖണ്ഡു. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഓർത്തുവയ്ക്കുക. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത്. ഓക്കെ, 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യക്ക് ഈ ഒരു വിജയ കിരീടം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച താരങ്ങൾ ആരൊക്കെയാണ്? വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. ഓർത്തുവയ്ക്കുക. 2024 അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച താരങ്ങളാണ് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. ഓർത്തുവയ്ക്കുക. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. നെക്സ്റ്റ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ ആരാണ്? ഗൗതം ഗംഭീർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്കു കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്കു കപ്പലാണ് സാൻ ഫെർണാണ്ടോ. നെക്സ്റ്റ്, കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓർത്തുവയ്ക്കുക. കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. അതുപോലെ കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് ആരെയാണ്? ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. ഓർത്തുവയ്ക്കുക. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരമേറ്റത് ആരാണ്? ഹേമന്ത് സോറൻ. ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരമേറ്റത് ഹേമന്ത് സോറൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. പുതിയ ഇറാൻ പ്രസിഡന്റിൻ്റെ പേരാണ് മസൂദ് പെസഷ്കിയാൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ച പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് ഏതാണ്? സെബെക്സ് 2. ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ച പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബിൻ്റെ പേരാണ് സെബെക്സ് 2. നെക്സ്റ്റ്, ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഓർത്തുവയ്ക്കുക. മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇനി കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. ഓർത്തുവയ്ക്കുക. രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിലും അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലും. നെക്സ്റ്റ്, അടുത്തിടെ പുരാവസ്തു ഗവേഷകർ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ രാജ്യം ഏതാണ്? പെറു. അടുത്തിടെ പുരാവസ്തു ഗവേഷകർ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ രാജ്യമാണ് പെറു. ലംബയക് എന്ന പ്രദേശത്താണ് ഈയൊരു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഓർത്തുവയ്ക്കുക. പെറുവിലെ ലംബയക് എന്ന പ്രദേശത്താണ് പുരാവസ്തു ഗവേഷകർ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ ഒരുക്കുന്ന സംവിധാനത്തിൻ്റെ പേര് എന്താണ്? വാർ റൂം. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ ഒരുക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് വാർ റൂം. നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാനായി സജ്ജമാക്കിയ സോഫ്റ്റ്വെയറിൻ്റെ പേര് എന്താണ്? സുരക്ഷ.
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കുവാനായി സജ്ജമാക്കിയ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സുരക്ഷ. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിനായി സാമൂഹിക നീതി വകുപ്പ് നടത്തിയ പ്രചാരണം അറിയപ്പെടുന്ന പേര്. തന്മുദ്ര. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിനായി സാമൂഹിക നീതി വകുപ്പ് നടത്തിയ പ്രചാരണം അറിയപ്പെടുന്ന പേരാണ് തന്മുദ്ര. നെക്സ്റ്റ്, റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ്. ഓർത്തുവയ്ക്കുക, റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്ക്. നെക്സ്റ്റ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്ത വ്യക്തി. ജസ്റ്റിസ് നിതിൻ ജംദാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്ത വ്യക്തിയാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ. നെക്സ്റ്റ്, 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചലച്ചിത്ര നടൻ മോഹൻലാൽ. ഓർത്തുവയ്ക്കുക, 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. നെക്സ്റ്റ്, 2024 ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സലീം കുമാർ. 2024 ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് സലീം കുമാർ. നെക്സ്റ്റ്, 2024 NC മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ. 2024 NC മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. 2024 ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് സലീം കുമാർ. 2024 NC മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നെക്സ്റ്റ്, പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? കെയ്ർ സ്റ്റാമർ. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ. നെക്സ്റ്റ്, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. നെക്സ്റ്റ്, 2024 ജൂണിൽ അന്തരിച്ച തമ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രീധരൻ ചമ്പാട്. 2024 ജൂണിൽ അന്തരിച്ച തമ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രീധരൻ ചമ്പാട്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പി തങ്കപ്പൻ നായർ. അടുത്തിടെ അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ അല്ലെങ്കിൽ കൊൽക്കത്തയുടെ നഗ്നപാത ചരിത്രകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പി തങ്കപ്പൻ നായർ. ഓർത്തുവയ്ക്കുക, പി തങ്കപ്പൻ നായർ. നെക്സ്റ്റ്, 2024 ജൂലൈയിൽ അന്തരിച്ച ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്ത് റോബർട്ട് ടൗൺ. 2024 ജൂലൈയിൽ അന്തരിച്ച ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്ത് റോബർട്ട് ടൗൺ. നെക്സ്റ്റ്, ആദ്യമായി ഒരു റോബോട്ട് ജോലിഭാരത്താൽ കുഴഞ്ഞു വീണു മരിച്ചത് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. ആദ്യമായി ഒരു റോബോട്ട് ജോലിഭാരത്താൽ കുഴഞ്ഞു വീണു മരിച്ചത് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ദക്ഷിണ കൊറിയ. നെക്സ്റ്റ്, 2024 ജൂലൈയിൽ അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയിരുന്ന അസമീസ് കവി ആരാണ്? ബിബുൾ റേഗൺ. 2024 ജൂലൈയിൽ അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയിരുന്ന അസമീസ് കവിയാണ് ബിബുൾ റേഗൺ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച അൽബേനിയയിലെ പ്രമുഖ നോവലിസ്റ്റും നാടകകൃത്തുമായ വ്യക്തി ഇസ്മയിൽ കദാരെ. അടുത്തിടെ അന്തരിച്ച അൽബേനിയയിലെ പ്രമുഖ നോവലിസ്റ്റും നാടകകൃത്തുമായ വ്യക്തിയാണ് ഇസ്മയിൽ കദാരെ. നെക്സ്റ്റ്, 2024 ജൂലൈയിൽ അന്തരിച്ച ഓസ്കാർ ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായ വ്യക്തി ആരാണ്? ജോൺ ലാൻഡോ. 2024 ജൂലൈയിൽ അന്തരിച്ച ഓസ്കാർ ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായ വ്യക്തിയാണ് ജോൺ ലാൻഡോ. ഓർത്തുവയ്ക്കുക.